നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഫാക്റ്റുകളുമാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10-നാണ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10-ആണ്. 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് 1857 വിപ്ലവം ആരംഭിച്ചത്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ് ശിപ്പായി ലഹള. അപ്പോൾ ശിപ്പായി ലഹള എന്നത് ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരാണ്. ഡെവിൾസ് വിൻഡ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെയാണ്. അപ്പോൾ ഡെവിൾസ് വിൻഡ്, ചെകുത്താൻ്റെ കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിച്ചത് 1857 വിപ്ലവത്തിനെയാണ്. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. അപ്പം മംഗൾ പാണ്ഡെയാണ് 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8-നാണ്. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റാണ് 34-ാം ബംഗാൾ ഇൻഫൻട്രി. അപ്പം മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് 34-ാം ബംഗാൾ ഇൻഫൻട്രിയാണ്. ഇനി അന്നത്തെ വിപ്ലവത്തിലെ ചില വിപ്ലവകാരുടെ യഥാർത്ഥ നാമങ്ങളാണ്. നാനാ സാഹിബിൻ്റെ നാമം വരുന്നത് ഗോണ്ടു പന്ത് എന്നാണ്. താന്തിയോ തോപ്പി വരുന്നത് രാമചന്ദ്ര പണ്ഡുരംഗ് എന്നാണ്. അപ്പം നാനാ സാഹിബ്, ഗോണ്ടു പന്ത്, താന്തിയോ തോപ്പി, രാമചന്ദ്ര പാണ്ഡുരംഗാണ്. റാണി ലക്ഷ്മിബായി മണികർണികയാണ്. ഝാൻസി റാണിയാണ് മണികർണിക എന്നറിയപ്പെടുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറങ്ങിയ സിനിമ മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ് ആണ്. മംഗൾ പാണ്ഡെ 1857 ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയെ വേഷമിട്ടത് അമീർ ഖാനാണ്. ഇനി വരുന്നത് 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവ് ബഹദൂർ ഷാ സഫറാണ്. അപ്പം ബഹദൂർ ഷാ സഫറാണ് 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവ്. ഇനി വരുന്നത് 1857 വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കളാണ്. അപ്പോൾ ഝാൻസി വരുന്നത് റാണി ലക്ഷ്മിബായി ആണ്. ഗ്വാളിയാർ വരുന്നത് റാണി ലക്ഷ്മിബായി ആണ്. ബീഹാർ വരുന്നത് കൺവർ സിംഗ് ആണ്. അപ്പോൾ ജഗദീഷ്പൂർ വരുന്നതും കൺവർ സിംഗ് ആണ്. അപ്പോൾ ഝാൻസി റാണി ലക്ഷ്മിബായി, ഗ്വാളിയാർ റാണി ലക്ഷ്മിബായി, ബീഹാർ കൺവർ സിംഗ്, ജഗദീഷ്പൂർ കൺവർ സിംഗ്. ഡൽഹി വരുന്നത് ജനറൽ ബഗ്ത്ഖാൻ ബഹദൂർ ഷാ 2 ആണ്. ആസാം വരുന്നത് ദിവാൻ മണിറാം ആണ്. മീററ്റ് വരുന്നത് ഗേതം സിംഗ് ആണ്. കാൺപൂർ വരുന്നത് നാനാ സാഹിബും താന്തി തോപ്പിയുമാണ്. അപ്പോൾ കാൺപൂർ വരുന്നത് നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ്. മീററ്റ് ഗേതം സിംഗ്, ആസാം ദിവാൻ മണിറാം, ഡൽഹി വരുന്നത് ജനറൽ ബഗ്ത്ഖാനും ബഹദൂർ ഷാ 2-വുമാണ്. ലക്നൗ വരുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ്. ആഗ്ര വരുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഔദ് വരുന്നതും ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പോൾ ഔദ്, ആഗ്ര, ലക്നൗ വരുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദ് വരുന്നത് മൗലവി അഹമ്മദുള്ളയാണ്. ബറേലി വരുന്നത് ഖാൻ ബഹദൂർ ആണ്. ബറൌത്ത് വരുന്നത് പർഗാന ഷാമാലാണ്. ഇപ്പോൾ ബറൌത്ത് വരുന്നത് പർഗാന ഷായാണ്. ഇനി വരുന്നത് കുറച്ച് പ്രധാന ചോദ്യങ്ങളാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമായ ബിന്ദുവെന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? അപ്പം നെഹ്റു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമായ ബിന്ദുവെന്ന് വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെയാണ്. വിപ്ലവകാരികളുടെ സമന്നത നേതാവ് എന്ന പട്ടാള മേധാവി സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? അപ്പോൾ ഝാൻസി റാണിയെ പട്ടാള മേധാവിയായിട്ടുള്ള സർ ഹ്യൂജ് റോസ് വിശേഷിപ്പിച്ചതാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവെന്ന്. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ്. ദത്തവകാശ നിരോധിത നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണമായത്.
1957 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1857 വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പലാണ്. അപ്പോൾ 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. 1857 വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പലാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചതെന്ന്. അപ്പോൾ 1858 ജൂൺ 18-നാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നത് താന്തിയോ തോപ്പിയാണ്. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയോ തോപ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് സർ കോളിൻ കാമ്പൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതി ലത വഡേഡ്കർ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേത ദേവിയാണ്. താന്തിയോ തോപ്പി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859-ലാണ്. അപ്പോൾ താന്തിയോ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1859-ലാണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. അപ്പോൾ ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. അപ്പോൾ പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. ദത്തുപുത്രൻ എന്ന കാരണത്താൽ പെൻഷൻ നിഷേധിച്ചത് കൊണ്ടാണ് നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിച്ചത്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി നാനാ സാഹിബാണ്. ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് റാങ്കൂണിലേക്കാണ്. അപ്പോൾ മ്യാൻമാറിലെ റാങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരിയാണ് നാനാ സാഹിബ്. 1857 വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷമാണ് 1858. ഇനി 1857 വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്റ്റാണ് 1857 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം 1858 വിളംബരമാണ്. 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. അപ്പോൾ വിക്ടോറിയ രാജ്ഞിയാണ് 1858 വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി. ആക്ട് ഫോർ ദ ബൈറ്റൺ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ട് ഫോർ ദ ബൈറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയി ബന്ധപ്പെട്ട കാര്യമാണ് ആക്ട് ഫോർ ദ ബൈറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഭരണമാറ്റത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. 1857 കലാപ പ്രദേശങ്ങളാണ് ഉത്തർപ്രദേശിലെ മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ് കൂടാതെ പശ്ചിമ ബംഗാളിലെ ബാരക്പൂർ. 1858 നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽമേസ്റ്റൺ പ്രഭു. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവം 1857 വിപ്ലവമാണ്. അപ്പോൾ മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവമാണ് 1857 വിപ്ലവം. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാറൽ മാക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ്? അപ്പോൾ ന്യൂയോർക്ക് ട്രൈബ്യൂണലിലാണ് കാറൽ മാക്സ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് 1857 വിപ്ലവത്തിനെ വിലയിരുത്തിയത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭട്ട് ഗോഡ്സെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിച്ച വർഷം 2007 ബുക്സ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം താരാചന്ദിൻ്റെയാണ്. 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ബുക്കുകളാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം താരാചന്ദ്. 1857 ദി ഗ്രേറ്റ് റെബലിയൻ അശോക് മേത്തയുടെയാണ്. ദി ലാസ്റ്റ് മുഗൾ ദ ഫാൾ ഓഫ് എ ഡൈനാസ്റ്റി ഡൽഹി 1857 വില്യം ഡാൽറിംബിളിൻ്റെയാണ്.
1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. 1957 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാറൽ മാർക്സ് ആണ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വില്യം ഡാൽറിംപിളാണ്. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാറാണ്.